ടീച്ചറിന് പകരം പുതിയ വിദ്യാഭ്യാസ മന്ത്രി അംബിക വർമ്മ. കണ്ടില്ല അവളുടെ അടുത്ത ചതി. ആങ്ങളുടെ കസേര തൊഴിച്ചു മാറ്റി അതേ സ്ഥാനത്ത് മറ്റൊരു കസേരയിൽ ഇവള്, അതും കൾച്ചറില്ലാത്ത ഇവള് ഒരു സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മന്ത്രിയോ? എന്റെ അമ്മ അവര് തകർത്തു, അച്ഛന്റെ ജീവിതം തൊലച്ചു. ഇനിയും എന്റെ അച്ഛനെ തകർക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല. അവൾ ആ കസേരയിൽ ഇരിക്കില്ല, ഞാൻ ഇരുത്തില്ല. നീ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉണരാനാവാത്ത വിധത്തിൽ സമാധാനത്തിൽ കിടന്നോളൂ. ആയുഷ്കാലം നല്ല സ്വപ്നങ്ങളും കണ്ടോളൂ. എനിക്കതാ സന്തോഷം. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിളുമാരെയൊക്കെ മന്ത്രിയാക്കുന്ന പാർട്ടി നേതാക്കന്മാരെയാ തല്ലേണ്ടത്. ഇത് അവര് വരുന്നുണ്ട്. ആര്? അംബിക. അയ്യോ, എന്ത് ചെയ്യും? അവൾ ഇങ്ങോട്ട് വന്ന എന്നെ കാണില്ലേ? അമ്മ ഇവിടെ നിൽക്കേ, അവര് കാണട്ടെ. ഋതു കണ്ടിട്ട് അവരെന്ത് ചെയ്യും നോക്കട്ടെ. അത് വേണ്ട ഋതു, ഇതൊരു ഹോസ്പിറ്റലാ, ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട. അമ്മേ, തിളച്ചു മറിഞ്ഞു വരുന്നതേ കടലെടുക്കുന്ന പോലെ നിങ്ങളെ അങ്ങ് എടുക്കാന്. എന്റെ അച്ഛന്റെ കസേര കയറി ഇരിക്കാനായിരുന്നല്ലേ നിങ്ങൾ സ്ഫോടനം നടത്തിയത്? എന്താടി പറഞ്ഞേ? നിങ്ങൾക്ക് മന്ത്രിയാവാൻ വേണ്ടിയല്ലേ എന്നെ എന്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയത്? ഞാൻ ബോംബ് വെച്ചെന്നോ? മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ ഋതു വിട്, ഇത് ഹോസ്പിറ്റലാ. രാജമിണ്ടായിരുന്നേ, ഇവരിങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മ അച്ഛനെ തമ്മിൽ തെറ്റിച്ച് ഇവർ അവരുടെ ജീവിതം തകർത്തു. എന്റെ രാജുവിന്റെ ജീവിതം തകർക്കാൻ പല പ്രാവശ്യമായി ശ്രമിക്കുന്നു. ഇപ്പൊ ഒടുവിൽ അച്ഛനെ എന്നെ കൊല്ലാൻ നോക്കി. ഇവരുടെ മകനും കൂടി. തലനാരയൊക്കെ ഞാൻ രക്ഷപ്പെട്ടെ. നോക്ക്, ഇപ്പൊ അച്ഛൻ ഐസിയുല. ഞാനിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നെ കുടുക്കി ജയിലിലാക്കിയതുപോലെ ഇവരെ ഞാൻ അകത്താക്കും. അച്ഛനെ കൊന്ന് അധികാരത്തിലേറാൻ നടക്കുന്ന ശവം. നീ കൊണ്ട് കേസ് കൊടുക്കടി, ഞാൻ നോക്കിക്കോളാം. ഋതു മതിയാക്ക്. ഇവരെ പോലെ നീയും തരം താഴല്ലേ. നീ നിന്റെ അമ്മയും കൂടി ഇപ്പൊ പാർട്ടി ഓഫീസിലാണെന്ന് കേട്ടു. ഞങ്ങള് പാർട്ടി ഓഫീസിൽ പോയൊന്നുമല്ല. പാർട്ടി പ്രസിഡന്റ് അനന്തപിള്ളയും കൂട്ടരും കൂടി ഞങ്ങളെ വിളിപ്പിച്ചതാ. പിന്നെ വല്യമ്മാവൻ ഇങ്ങനെ കിടക്കുമ്പോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല അമ്മ വഹിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാ വിളിച്ചേ. ഈ നാട്ടില് അതിനുള്ള യോഗ്യതയുള്ള മറ്റാരും ഇല്ലല്ലേ? യോഗ്യതയുള്ളവരൊക്കെ കാണും. പക്ഷെ വല്യമ്മാവൻ കഴിഞ്ഞ ആ സ്ഥാനം വഹിക്കാനുള്ള അർഹത എന്റെ അമ്മയ്ക്കാ. അതൊന്ന് കാണണല്ലോ. അച്ഛനെ കട്ടിലിനാക്കിയിട്ട് അവരുടെ കസേര കളി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ആ ബോംബ് സ്ഫോടനത്തിന് പിന്നില് ഇവരായിരുന്നു. രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത ആരോപണമൊന്നും എന്റെയും എന്റെ അമ്മയുടെ മേലില് അടിച്ചേൽപ്പിക്കരുത്. നീയൊക്കെ എത്ര വെല്ലുവിളികൾ നടത്തിയാലും വല്യമാന് പകരം മന്ത്രിയാകുന്നതേ എന്റെ അമ്മയായിരിക്കും. അതിന് യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നു കഴിഞ്ഞാ നിനക്കൊക്കെ കൊള്ളാം. ഇതുവരെ വന്ന വിദ്യാഭ്യാസ മന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പുതിയ നയങ്ങളും
വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും ശ്രീമതി അംബിക വർമ്മ നടപ്പിലാക്കട്ടെ എന്നും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. സംസ്ഥാന ഭരണം ഒരു കുരുക്ഷേത്ര യുദ്ധം പോലെയാണ്. അവിടെ മഹാരഥന്മാരായ പോരാളികൾ ഏറെയുണ്ട്. ഭീഷ്മർ, ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ്, അർജുനൻ, ഭീമൻ. യുദ്ധരംഗത്ത് അംബിക തളർന്നിരിക്കുമ്പോ സാരഥിയായ ശ്രീകൃഷ്ണനെ പോലെ ഗീതോപദേശം കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുന്നതോടൊപ്പം ഈ കേക്ക് കട്ട് ചെയ്യാൻ ശ്രീമതി അംബിക വർമ്മയെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. വെൽക്കം. എന്നെ മന്ത്രിയാക്കാൻ എല്ലാവരോടും പൊരുതിയ ബഹുമാനപ്പെട്ട പാർട്ടി പ്രസിഡന്റ് ശ്രീ അനന്തംപിള്ള അവർകൾക്കും എന്നോടൊപ്പം നിന്ന പ്രിയ പാർട്ടി സുഹൃത്തുക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും എന്നെ സഹായിച്ച എന്റെ മകൻ ദീപകിനും ഒരുപാട് നന്ദി.